കോഴിക്കോട് കുന്നമംഗലത്ത് ലീഗ് SKSSF സംഘർഷം. SKSSF പ്രവർത്തകൻ സുഹൈലിന് പരിക്കേറ്റു. ഇഫ്താർ വിരുന്നിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലെത്തിയത്. മേഘ മാധവൻ ഒരിക്കൽ കൂടി കോഴിക്കോടും ചേരുകയാണ്. മേഘ, റംസാൻ കാലമാണ്, നോമ്പുകാലമാണ്, സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയത്താണ് ഇവിടെ ലീഗും SKSSFും തമ്മിലടിച്ചിരിക്കുന്നത്, അതും ഇഫ്താർ വിരുന്നിൻ്റെ പേരിൽ. എന്താണ് ഈ കഥ? മനു, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു അക്രമം അരങ്ങേറുന്നത്. അതായത് EK വിഭാഗം പ്രവർത്തകരെ ലീഗ് പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വ്രത എടുത്തുകൊണ്ട് 30 ദിവസം വ്രതാനുഷ്ഠാന കാലത്തിലൂടെയാണ് ഇസ്ലാം മത വിശ്വാസികൾ കടന്നു പോകുന്നത്. ഈ ഇഫ്താർ വിരുന്ന് തന്നെ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഈ ആളുകൾ തമ്മിലുള്ള പരസ്പര വിദ്വേഷവും ഒക്കെ തന്നെ മറന്ന് സ്നേഹത്തിന്റെ ഒത്തുചേരലായിട്ട് തന്നെയാണ് ഇഫ്താർ വിരുന്ന് പോലും സംഘടിപ്പിക്കുന്നത്. എന്നാൽ അവിടെ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അക്രമ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ വലിയ തരത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടൊരു ആക്രമണമാണ് തങ്ങൾക്ക് നേരെ നടന്നത് എന്നതാണ് SKSSF നിലവിൽ ആരോപിക്കുന്നത്. കാരന്തൂരിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ അക്രമത്തിലേക്ക് നയിച്ച സംഭവം എന്നത് കുന്നമംഗലം ഇസ്ലാമിക് സെന്ററിൽ വെച്ച് ഈ ബസ് ജീവനക്കാർക്കുള്ള ഇഫ്താർ നോമ്പുതുറ വിഭവങ്ങൾ നൽകുന്ന പരിപാടി കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്നുണ്ട്. ഈ നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഓരോ യൂണിറ്റാണ് ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കാരന്തൂർ യൂണിറ്റ് കമ്മിറ്റിക്കായിരുന്നു ചുമതല. എന്നാൽ ഈ ഇഫ്താർ ഇതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനിടെ ലീഗ് പ്രവർത്തകർ കൂട്ടം ചേർന്ന് ആക്രമിച്ചു എന്നതാണ് SKSSF പ്രവർത്തകരുടെ പരാതി. മേഖലാ വൈസ് പ്രസിഡന്റ് സുഹൈലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സുഹൈൽ ഉള്ളത്. വലിയ പ്രതിഷേധമാണ് SKSSF ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ച മുമ്പേയും ഇത്തരത്തിൽ ലീഗ് പ്രവർത്തകർ ഈ SKSSF പ്രവർത്തകരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി എന്നതാണ് ഇവർ ആരോപിക്കുന്നത്. ആദർശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആദർശ സമ്മേളനം നടത്താൻ സംസ്ഥയുടെ ആദർശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ലീഗിലെ ചില ആളുകൾ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്നൊരു ആരോപണം SKSSFിനുണ്ടായിരുന്നു. ആ തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഈ ഇഫ്താർ വിരുന്നിനിടെ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസവും ഉണ്ടായത്. എന്നാൽ അത് നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന സംഭവം അങ്ങനെയല്ല. കൃത്യമായി ആസൂത്രണം ചെയ്ത് വധശ്രമം ഉൾപ്പെടെ നടന്നു എന്നതാണ് SKSSF പ്രവർത്തകർ നിലവിൽ ആരോപിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ ലീഗ് അനുകൂല വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും തമ്മിൽ പല നാളുകളായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല സംയമന നടത്താനുള്ള, അതായത് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമം ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും പലപ്പോഴായി നേതാക്കൾ പോലും ആ സീമ ലംഘിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതിന്റെ ബാക്കി പത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വലിയ പ്രതിഷേധം ഈ SKSSF പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. ഏതായാലും ഒരു പക്ഷേ കേസെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ പരിക്കേറ്റ മേഖലാ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്.